പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാതവന്ദനം. 2 രാജാക്കന്മാർ 7-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ആ കുഷ്ഠരോഗികൾ പാളയത്തിൻ്റെ അറ്റത്തെത്തി ഒരു അകത്ത് കയറി തിന്നു കുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തു കൊണ്ടുപോയി ഒളിച്ചു വെച്ചു. മടങ്ങി വന്ന് മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്തു കൊണ്ടുപോയി ഒളിച്ചു വെച്ചു. പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവിൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞു. അരാം രാജാവായ ബെൻഹദദ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് കടന്നു വന്നു. ശമരിയ വളഞ്ഞു. അകത്തുനിന്ന് ആർക്കും പുറത്തിറങ്ങാനോ പുറത്തുനിന്ന് ആർക്കും അകത്ത് കയറാനോ കഴിയാതെ ശമരിയ പട്ടണത്തെ വളഞ്ഞു കിടന്നതുകൊണ്ട് ശമരിക്കകത്ത് വലിയ ക്ഷാമമുണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും 1/4 കപ്പ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. അങ്ങനെ വില കയറിയ സമയത്ത് രാജാവിനെതിരെ ജനമെല്ലാം തിരിഞ്ഞു. വല്ലാത്ത പ്രതിസന്ധിയിലായപ്പോൾ ഏലീശ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് യഹോവയുടെ അരുളപ്പാട് കേൾക്കണം. നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ശേക്കലിന് 1 ശയ ഗോതമ്പുമാവും ശേക്കലിന് 2 ശയ യവവും വിൽക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നുവെന്ന്. ഇത് കേട്ടുനിന്ന രാജാവിൻ്റെ അകമ്പടി നായകൻ എലീശയോട്, യഹോവ ആകാശത്തിൻ്റെ കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, എങ്കിലും നീ അതിലൊന്ന് തിന്നുകയില്ലെന്ന് പറഞ്ഞു. അന്ന് കുഷ്ഠരോഗികളായ 4 ആള് പടിവാതിക്കലുണ്ടായിരുന്നു. അവർ തമ്മിൽ ഇവിടെ കിടന്ന് മരിക്കുന്നത് നമുക്ക് പട്ടണത്തിൽ ചെല്ലുക, പട്ടണത്തിൽ ക്ഷാമമായിരിക്കുന്നത് കൊണ്ട് അരാമ്യ പാളയത്തിലേക്ക് പോകാം. നാം ഇവിടെ ഇരുന്നാൽ പട്ടിണി കൊടുവരിക, അവിടെ ചെന്നാൽ അരാം സൈന്യം നമ്മെ കൊന്നുകളയും, എങ്ങനെയായാലും മരണം ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അരാം പാളയത്തിലേക്ക് ചെന്നു. ഇവർ ചെല്ലുന്നതിന് മുമ്പ് കർത്താവ് അരാമ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെ ആരവം കേൾപ്പിച്ചിരുന്നുകൊണ്ട് അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്രയീം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്ധ്യാസമയത്ത് തന്നെ അവർ എഴുന്നേറ്റ് ഓടിപ്പോയി. കൂടാരങ്ങൾ, കുതിരകൾ, കഴുതുകൾ എന്നിവയെ പാളത്തിൽ ഇരുന്നപാട് ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായിട്ടാണ് അരാം സൈന്യം ഓടിപ്പോയത്. പാളയത്തിൽ കുഷ്ഠരോഗികൾ വന്നപ്പോൾ പാളയത്തിൽ കൂടാരങ്ങളിൽ മുഴുവൻ ധാന്യങ്ങൾ കണ്ടു. ഇത് കണ്ടപ്പോൾ അവർ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളാണ് നാം വായിച്ചത്. നാം ചെയ്യുന്നത് ശരിയല്ല, ഇത് സദ്വർത്തമാന ദിവസമാണ്. നാം മിണ്ടാതിരുന്ന് പോകൂടാ. നേരം പുലരും വരെ നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മൾ ചെയ്യുന്നത് ദോഷമായി വരും. പ്രിയമുള്ളവരെ, ഏലീശ പറഞ്ഞതുപോലെ തന്നെ വലിയ വിലക്കുറവിൽ യവവും ഗോതമ്പും ഒക്കെ വിൽക്കത്തക്കവണ്ണം സമൃദ്ധി ദൈവം നൽകി. അതിന് ദൈവം ഒരുക്കിയ വഴി അത്ഭുതകരമാണ്. യഹോവ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ച അകമ്പടി നായകൻ അത് കണ്ടു.
ജനത്തിന് തിരക്കിലും പെട്ട് അവൻ വീണ് മരിക്കുകയുണ്ടായി. ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഷ്ഠരോഗികളാണ്. അവർക്ക് ഇഷ്ടം പോലെ കിട്ടി, അവർക്ക് തിന്നത് ഒളിപ്പിച്ചു വെക്കാം. പക്ഷെ അവർ പറഞ്ഞു, ഇത് സദ്വർത്തമാന ദിവസമാണ്, നാം മിണ്ടാതിരുന്നുകൂടാ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വിടുതൽ നൽകുമ്പോൾ, ദൈവം നമുക്ക് നന്മ നൽകുമ്പോൾ മറ്റുള്ളവരെ അത് അറിയിക്കാതിരിക്കുന്നു എന്നുള്ളത് നാം ചെയ്യുന്നത് ശരിയല്ല. പ്രിയരെ, ക്രിസ്തുയേശുവിലൂടെ ലഭിക്കുന്ന ആത്മരക്ഷയും ആത്മീയ അനുഭവങ്ങളും നമ്മുടെ സ്വന്തമായി വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. പട്ടിണി കൊണ്ട് മരിക്കുന്ന, ആത്മരക്ഷയ്ക്ക് മാർഗമില്ലാതെ തകരുന്ന ചുറ്റുപാടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരോട് സദ്വർത്തമാനം അറിയിക്കേണ്ടവരാണ് നാം. ആ ബോധത്തോടുകൂടെ അത് ചെയ്യുവാൻ ഇന്ന് പ്രഭാതത്തിൽ കർമ്മനിരതരായി മാറാൻ ദൈവകൃപ എല്ലാവർക്കും നൽകപ്പെടട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് ഒരുക്കുന്ന ആത്മരക്ഷയുടെ സമൃദ്ധി അനുഭവിച്ച് സ്വാർത്ഥരായി മാറാതെ സദ്വർത്തമാന ദിവസത്തിൽ വാർത്ത മറ്റുള്ളവരെ അറിയിക്കാനുള്ള ആർജവത്വവും ഉത്സാഹവും ഈ സന്ദേശങ്ങൾക്ക് തുറക്ക് നൽകണമേ. ഇന്നേ ദിവസം അങ്ങയുടെ സഹിതനിരുന്ന ശുഭത്തിൻ്റെ ജനം അനുഭവിക്കട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.